ഞങ്ങൾ പെൺകുട്ടികളുണ്ടല്ലോ വല്ലാത്ത ടെൻഷനും സങ്കടമൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ മുടി എങ്ങോട്ട് പോയിട്ട് വെട്ടും. മുടി എങ്ങോട്ട് വെട്ടിക്കഴിയുമ്പോൾ ഇനി കേശഭാരം ഇറങ്ങിയിട്ടാണോ എന്ന് അറിയത്തില്ല, വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ പിന്നെ ഞാനും ഒന്ന് മുടി വെട്ടാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഏപ്രിൽ മുതൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു എന്നേ. പക്ഷേ എന്നാ ചെയ്യാനാ, ഏപ്രിൽ മാസം എൻ്റെ പിറന്നാൾ മന്തായിപ്പോയി. പിറന്നാൾ മാസത്തിൽ പോയിട്ട് മുടി വെട്ടിക്കൂടാന്ന് എവിടെ ഒരു അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാമെന്ന്. എന്താല്ലേ, അങ്ങനെ മെയ് മാസം ആകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു പോയി മുടി വെട്ടാൻ. പണ്ട് എനിക്ക് ഒത്തിരി ഉള്ളുള്ള മുടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഞാൻ വേണേൽ പഴയ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും ചെറുപ്പത്തിൽ നല്ല മുടി ഉണ്ടാവുമല്ലേ, പിന്നെ എല്ലാവർക്കും പറയാൻ കാണും നഷ്ടപ്പെട്ടു പോയ ഒരു മുടിയുടെ കഥ. എൻ്റെ അമ്മ മുടി നോക്കിക്കൊണ്ടിരുന്ന സമയത്തെ എനിക്ക് നല്ല ഉള്ളുള്ള മുടി ഉണ്ടായിരുന്നു. അമ്മേൻ്റെ തലയിൽ ചെമ്പരത്തിയല്ല, പിന്നെയും ഉണ്ടല്ലോ എടനയില, പാഴത്താളി, കുരുമുളകിൻ്റെ തണ്ട് ഇലയൊക്കെ ചേർന്ന് പലതരത്തിലുള്ള താളികളൊക്കെ വാരി എൻ്റെ തലയിൽ തേക്കുമായിരുന്നു കേട്ടോ. അന്നേം കണ്ട് 1 രൂപയുടെ ഒരു ഷാമ്പു ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ തലയിൽ കഴുകുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അമ്മയില്ലാത്തപ്പോൾ പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം മുടി എങ്ങനെ പോകാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ലോകത്ത് പരീക്ഷിക്കാത്ത ഒരു എണ്ണയില്ല. എല്ലാവരും തമാശയിൽ പറയില്ലേ ഇനിയിപ്പോൾ മണ്ണെണ്ണയും കൂടിയേ തലയിൽ വാരി തേക്കാൻ ബാക്കിയുള്ളൂ എന്ന്. അതേപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഈ കേരളത്തിലിറങ്ങി എല്ലാ ഓയിലുകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏതെങ്കിലും റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഇതിൽ ഏതാ നല്ലത് ഏതാ ചീത്ത. പക്ഷേ എനിക്കെന്താ പറയുക, എനിക്കിതൊന്നും വർക്കായില്ലാന്നേ. നമ്മൾ ഉള്ളോട്ട് കഴിക്കുന്നതിലും ഉണ്ടല്ലോ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഏതെണ്ണ തലയിൽ തേക്കാമെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് മുടി വെട്ടാൻ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ തല കഴുകുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ വേറൊരാൾ നമ്മുടെ തലയിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് തരുമ്പോൾ ഒരു വല്ലാത്ത സമാധാനം. നേരത്തെ 10ാം ക്ലാസ് വരെ അമ്മ തന്നെ എൻ്റെ തല കഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ വലുതായി കഴിയുമ്പോൾ നമ്മളെല്ലാം തന്നെ ചെയ്യണം. എന്നാലും നമുക്കേ മറ്റൊരാൾ എണ്ണയൊക്കെ തലയിൽ തേക്കുമ്പോൾ എൻ്റെ തലയിൽ കൂടെ ആരെങ്കിലും എന്താ പറയുക, ആരെങ്കിലും ഒരു ഓയിൽ മസാജ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, മുടി കഴുകി തരുന്നതും ഒക്കെ. പിന്നെ ഇത് ഞാൻ സ്ട്രെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, തൽക്കാലത്തേക്ക് അവർ സെറ്റ് ചെയ്ത് തന്നേക്കുകയാണ്. മറ്റേ സിനിമയിൽ സലീം കുമാറിനെ പോലെ ഉണ്ടെന്നൊന്നും പറയരുത്, നല്ലതാണെന്ന് തന്നെ പറയണം. അപ്പോൾ ഇനി ഷോയുടെ സമയമാണ്. നോക്കൂ എൻ്റെ കാർക്കൂന്തൽ നാളെ കുളിച്ച് കഴിയുമ്പോൾ ഒറിജിനൽ എൻ്റെ മുടിയിലോട്ട് തിരിച്ചു വരും. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിലെ നാച്ചുറൽസിലാട്ടോ പോയത്. നല്ല സ്ഥലമായിരുന്നേ. അപ്പോൾ ബൈ ഫ്രം വർഷ.